നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജനനീതി സംരക്ഷണ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ അത്താണിയിൽ നെൽവയൽ രൂപമാറ്റം വരുത്തുന്നതായി പരാതി. മീൻ വളർത്തലിന്റെ പേരിൽ കുളങ്ങൾ കുഴിച്ച് കളിമണ്ണെടുക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും ശാന്തി ആശുപത്രിയും സംയുക്തമായി ആലയങ്ങാട് നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. സഹിഷ്ണുതയും സമൂഹ വിമർശനവും ഇല്ലാതായ അഴിക്കോടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും മുഖസ്തുതികൾക്ക് നിന്നുകൊടുക്കാത്ത മഹാവിമർശകനായിരുന്നു അഴിക്കോടെന്നും SK വസന്തൻ. അഴിക്കോടിന്റെ 98ാം ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മറവാഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ജനനീതി സംരക്ഷണ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രികളിലെ അനാസ്ഥ മൂലം രോഗികൾക്ക് അപകടകരമായ സ്ഥിതിയും മരണവും നേരിടുമ്പോൾ ആവശ്യമായ നിയമസഹായങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ജനനീതി സംരക്ഷണ വേദി രൂപവൽക്കരിച്ചത്. സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചെയർപേഴ്സൺ S സുചിത്ര അധ്യക്ഷത വഹിച്ചു. D സുരേന്ദ്രനാഥ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഞ്ജിത, അജിത്, VA അജയ്, ശ്രീധരൻ കളരിക്കൽ, KC കാർത്തികേയൻ, KM നസറുദ്ദീൻ, മുനീറ, പുഷ്പ വേണുഗോപാൽ, സെക്രട്ടറി അന്ന രാജു, മേരി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഈ ആരോഗ്യരംഗം വളരെ മനോഹരമാണ്, ഗംഭീരമാണ്, ലോകത്തിനാകെ മാതൃകയാണ് എന്ന് പറയുമ്പോഴും അതിന്റെ പിന്നിലുള്ള നിരവധി വിഷയങ്ങൾ മറച്ചു വയ്ക്കപ്പെടുന്നത്. ആ വിഷയങ്ങൾ ഓരോന്നോരോന്നായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. മെഡിക്കൽ നെഗ്ലിജൻസ് നിയമപരമായി ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരു അലോപ്പതി ഡോക്ടറാണ്, ഒരുപാട് കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം കൂടുതൽ അക്കാര്യങ്ങൾ പറയും. തൃക്കൂർ അത്താണിയിൽ നെൽവയൽ രൂപമാറ്റം വരുത്തുന്നതായി പരാതി. മീൻ വളർത്തലിന്റെ പേരിൽ കുളങ്ങൾ കുഴിച്ച് കളിമണ്ണ് മാറ്റിയിട്ടതായും പിന്നീട് ഇവ കടത്താൻ ശ്രമം നടക്കാൻ സാധ്യതയുള്ളതായും ഒരു വിഭാഗം ആരോപിച്ചു. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിമണ്ണ് ഖനനത്തിനെതിരെ നടത്തിയ പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം മായ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി ജസ്റ്റിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം നോബർട്ട് E. പോൾ, യുവചേതന സാംസ്കാരിക കലാസമിതി ഭാരവാഹികൾ ഗിൽബർട്ട് C. പോൾ എന്നിവർ സന്നിഹിതരായി. ൂരിലെ 3-ാം വാർഡ് പ്രദേശത്തെ തുരുത്തിക്കാട് കുട്ടാടമ്പാടത്താണ് നമ്മളോട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടുകാരുടെ ഒരു പരാതിയെ തുടർന്ന് നമ്മളോട് ഒരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് നമ്മൾ മായിച്ച്, നമ്മുടെ വാർഡ് മെമ്പറുമായിട്ടുള്ള മായിച്ചടക്കം ഉണ്ട്, ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ അനധികൃതമായിട്ട് കളിമണ്ണ് ഖനനം നടക്കണു എന്നതിൻ്റെ പുറത്താണ് നമ്മൾ അറിഞ്ഞപ്പോൾ വന്നതാണ്. ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ വന്നത് വസ്തുത പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രകാരം ഇവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ കളിമണ്ണ് ഖനനമോ നടത്താൻ പറ്റാത്തൊരു സ്റ്റേ ഉള്ള സ്ഥലമാണ്. ഇവിടെ മീൻ വളർത്തൽ എന്ന പേരിൽ വലിയ രീതിയിലുള്ള വലിയ കുഴികൾ, വലിയ ചാലുകൾ കോരിയിട്ടിട്ട് പറമ്പ് നടക്കുമ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടാണ്. നമ്മൾ നിയമപരമായിട്ട് നമ്മൾ വില്ലേജിലും കൃഷി ഓഫീസിലും പഞ്ചായത്തടക്കം എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാർഡിലാണ് ഈ ഒരു കളിമൺ ഖനനം നടത്തിയിട്ടുള്ളത്. ഇത് പഞ്ചായത്തിൻ്റെ അനുമതിയോ ഒന്നും ഇല്ലാണ്ടാണ് ഇവർ ഇത്രയും 1 ഏക്കർ വരുന്ന സ്ഥലത്ത് മീൻ വളർത്തലിൻ്റെ പേരിൽ ഇത്രയും കളിമൺ ഖനനം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും ശാന്തി ആശുപത്രിയും സംയുക്തമായി ആലയങ്ങാട് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പൗർണമി മുഖ്യാതിഥിയായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, രക്ഷാധികാരി NT അന്തോണി എന്നിവർ പ്രസംഗിച്ചു. വളരെ സജീവം എന്ന് പറയാവുന്ന തരത്തിലല്ലായിരുന്നു പലപ്പോഴും അതിന്റെ ഫലം. കഴിഞ്ഞ 2 വർഷമായി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ഒട്ടനവധി കാര്യങ്ങൾ വ്യാപാരികൾക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു.
അതോടൊപ്പം തന്നെ വ്യാപാരികളിൽ നിന്ന് കുറച്ചുകൂടി പുറത്തോട്ട് ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിനും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ, ചാരിറ്റബിൾ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സഹിഷ്ണുതയും സമൂഹ വിമർശനവും ഇല്ലാതായ അഴീക്കോടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും മുഖസ്തുതികൾക്ക് നിന്നുകൊടുക്കാത്ത മഹാവിമർശകനായിരുന്നു അഴീക്കോടെന്നും SK വസന്തൻ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച അഴീക്കോടിന്റെ 98ാം ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ K രാജൻ തലോർ അധ്യക്ഷനായിരുന്നു. അഴീക്കോട് സ്മാരക അഖില കേരള പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജയരാജ് വാര്യർ നിർവഹിച്ചു. M ഹരിദാസ്, സുനിൽ കൈതോളപ്പിൽ, K വിജയരാഘവൻ, KR സുമേഷ്, TS മായാദാസ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ചിത്രശാല സ്മൃതി മണ്ഡപത്തിൽ ദീപം തെളിയിക്കലും പുഷ്പാർച്ചനയും നടന്നു. പുസ്തകം നോക്കിയിട്ട് മതി. അതെ, എനിക്ക് ശിവയോഗിയെ പറ്റിയൊരു പ്രഭാഷണമുണ്ട്, ഞാനിത് പറഞ്ഞാൽ ഈ പത്രക്കാരത് ഏറ്റുപിടിക്കും, തെറ്റ് പറഞ്ഞു ഉറപ്പാണല്ലോ. ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റിയും ഈ പുസ്തകം ഭാഷ ദിവസവും എന്ന പോലെ റെഫർ ചെയ്തിരുന്നു. മറവാഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രോത്സവം നടന്നു. പകൽപൂരം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ഉച്ചശിവേലി എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. കൊടകര ഉണ്ണിയും സംഘവും അവതരിപ്പിച്ച മേളവും ചാലക്കുടി മണിയും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും നടന്നു. കൂടാതെ രാത്രി 9 മുതൽ ആനന്ദപുരം ഉദിമാനം അവതരിപ്പിക്കുന്ന തെയ്യവും തീയാട്ടവും നടക്കും. നന്ദിപുരം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം തിങ്കളാഴ്ച നടക്കും. രാവിലെ 4:30 നടതുറപ്പ്, നിർമ്മാല്യ ദർശനം, തുടർന്ന് വിവിധ വിശേഷാൽ പൂജകൾ. ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പൂമൂടൽ, 8 വിവിധ കലാപരിപാടികൾ, രാത്രി 11 സാംബവ നൃത്തം എന്നിവ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ വെച്ച് ഒരു സംഘം യുവാക്കൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി 19 വയസ്സുള്ള ആദിത്യൻ, പെരിഞ്ഞനം പഞ്ചാരവളവ് സ്വദേശി 23 വയസ്സുള്ള അതുൽ കൃഷ്ണ എന്നിവരും പ്രായപൂർത്തിയാവാത്ത മറ്റു 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് പെരിഞ്ഞനം സ്വദേശിയായ അശ്വിന് മർദ്ദനമേറ്റത്. കുറച്ച് ദിവസം മുൻപ് അശ്വിന്റെ ഹെൽമറ്റ് സംഘത്തിലുള്ള ഒരാൾ വാങ്ങിയിരുന്നു. തിരികെ കിട്ടാതായതോടെ മൊബൈൽ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ടുപോയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ അശ്വിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മരത്താക്കര സിഗ്നലിൽ കാത്തുകിടക്കുന്നതിനിടയിൽ വാഹനത്തിന് നേരെയും ഡ്രൈവർക്കു നേരെയും ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നെന്മാറ കൽനാട് സ്വദേശികളായ കൽനാട് വീട്ടിൽ 22 വയസ്സുള്ള കാർത്തിക്, 52 വയസ്സുള്ള സെന്തിൽ കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രൈവറായ ഫോർട്ട് കൊച്ചി അമരാവതി സ്വദേശി 44 വയസ്സുള്ള ശ്യാമിനെയാണ് ഇരുവരും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. വാഹനത്തിന്റെ ഇരുവശത്തെയും ഗ്ലാസ് ഇരുമ്പ് വടികൊണ്ട് അടിച്ചു തകർക്കുകയും ഡ്രൈവർക്കു നേരെ വധശ്രമവും നടന്നു. ശ്യാമിനെ വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കയ്യിലെ ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ശ്യാമിനെ പിന്തുടർന്ന പ്രതികൾ ഇയാളുടെ ഇടതു കൈമുട്ടും അടിച്ചു തകർത്തു. തലയിൽ ഏറ്റ അടി മരണത്തിലേക്ക് വരെ നയിക്കാവുന്നതായിരുന്നു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഇരു കൂട്ടരും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ജോലി സംബന്ധമായ തർക്കങ്ങളും മുൻ വൈരാഗ്യവുമാണ് കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നന്ദിക്കര കുറുമാലി KT അച്യുതൻ റോഡിൽ വാഹനത്തിലെത്തി പഴയ തുണി മാലിന്യം നിക്ഷേപിച്ച നിലയിൽ. നീല നിറത്തിലുള്ള മാരുതി വേഗണർ കാറിൽ വന്നവരാണ് മാലിന്യം തള്ളിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മാലിന്യത്തിൽ കരാട്ടെ ബെൽറ്റും ഇന്ത്യൻ പതാക പ്രിന്റ് ചെയ്ത യൂണിഫോമും കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മായന്നൂർ ചിറങ്കയിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് അജ്മൽ, അഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി JFCM കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. പഴയന്നൂർ പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയ്
SI-മാരായ MS സതീഷ് കുമാർ, MF ലിപ്സൺ, CPO നിപുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ എച്ചിപ്പാറ ആദിവാസി കോളനിയിലെ ഗൗരി കൃഷ്ണയെ വരന്തരപ്പള്ളി BJP മേഖലാ സമിതി ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് രാജകുമാർ, വ്യവസായ സെൽ കൺവീനർ VR പരമേശ്വരൻ, ജില്ലാ കമ്മിറ്റി അംഗം സലേഷ്, കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം അജിതൻ നെല്ലിപ്പറമ്പിൽ, മേഖലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ, എച്ചിപ്പാറ മേഖലാ നേതാക്കളായ ദിനേശൻ, അജയൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സാംസ്കാരിക സംഘടനയായ ഫാസ് പാടിയുടെ ആഭിമുഖ്യത്തിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ ത്രിദിന ആർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കോടാലി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് ഡ്രോയിങ് ബുക്കുകൾ, കളറുകൾ തുടങ്ങിയവ സൗജന്യമായി നൽകും. 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. രാവിലെ 9 മുതൽ 5 വരെയാണ് ക്യാമ്പിന്റെ സമയം. 50 കുട്ടികൾക്കാണ് പ്രവേശനം. രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9446619611. അടുത്ത നമ്പർ 9496864871. അടുത്ത നമ്പർ 9447829645. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജനനീതി സംരക്ഷണ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ അത്താണിയിൽ നെൽവയൽ രൂപമാറ്റം വരുത്തുന്നതായി പരാതി. മീൻ വളർത്തലിന്റെ പേരിൽ കുളങ്ങൾ കുഴിച്ച് കളിമണ്ണെടുക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും ശാന്തി ആശുപത്രിയും സംയുക്തമായി ആലയങ്ങാട് നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. സഹിഷ്ണുതയും സമൂഹ വിമർശനവും ഇല്ലാതായ അഴിക്കോടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും മുഖസ്തുതികൾക്ക് നിന്നുകൊടുക്കാത്ത മഹാവിമർശകനായിരുന്നു അഴീക്കോടെന്നും SK വസന്തൻ. അഴീക്കോടിന്റെ 98ാം ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മറവാഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രോത്സവം ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.